ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആ ഒരു മന്ത്രവാദിനി വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ സമയമാണ്. അപ്പോൾ സച്ചി പറയുകയാണ്, ഇയാൾക്ക് ഇതിൻ്റെ കേടുണ്ടായിട്ടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതിയാണെങ്കിലും സച്ചിയുടെ ഒന്നും മിണ്ടാതിരിക്കുക, ഈ വീട്ടിൽ പ്രേതം ഉണ്ടെന്നാണ് തോന്നുന്നത്, ഒന്നും മിണ്ടാതിരിക്കുക സച്ചിയേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പ്രേതം ഭൂതം ഒന്നുമില്ല. അപ്പോഴേക്കും ഈ മന്ത്രവാദി ഇങ്ങനെ പറയുകയാണ്, അതെ, ഈ വീട്ടിൽ പ്രേതം ഉണ്ടെങ്കിൽ അധികം താമസിയാതെ ഈ വീട്ടിൽ കത്തിരിക്കുന്ന ലൈറ്റുകളെല്ലാം ഓഫാകും. എൻ്റെ ഞാൻ കൊണ്ടുവന്ന ഈ ഒരു ബൾബ് മാത്രമേ ഓണാകത്തുള്ളൂ, അത് മാത്രം തെളിഞ്ഞു നിൽക്കും എന്നൊക്കെ ഇവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയും ഒക്കെ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കണ്ണടക്ക്, നമുക്ക് ഈ വീട്ടിൽ പ്രേതം ഉണ്ടോയെന്ന് നോക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരോടും കണ്ണടക്കാൻ പറയുകയാണ്. എല്ലാവരും അതേപോലെ തന്നെ കണ്ണടക്കുകയും ചെയ്യാണ്. ഇവരാണ് പേടിച്ച് പറിച്ചത്. പക്ഷേ നമ്മുടെ സച്ചി കണ്ണടക്കുന്നുണ്ടെങ്കിലും എട്ടം കണ്ണ് വെച്ച് എല്ലാവരും നോക്കുക. അപ്പോൾ എല്ലാവരും കണ്ണടക്കുന്ന അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉടനെ തന്നെ സച്ചി നേരെ പുറത്തേക്ക് ഇറങ്ങി ഓടിയിട്ട് ആ മെയിൻ സ്വിച്ച് അങ്ങോട്ട് ഓഫാക്കും ഓണാക്കും ഈ രീതിയിൽ കാണിച്ചു കൂട്ടുക. അപ്പോഴേക്കും ശ്രുതിയൊക്കെ കണ്ണൂർ നോക്കി കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ ശ്രുതി, ഇത് നോക്കിയ ശ്രുതി, ദേ ലൈറ്റ് ഓണാവും ഓഫാവും, ഇതാണല്ലോ എൻ്റെ ദൈവമേ, അപ്പോൾ ഇവിടെ പ്രേതം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോഴും ഈ മന്ത്രവാദിനിയാണെങ്കിൽ കണ്ണ് തുറക്കുന്ന ലക്ഷണേ ഇല്ല. അയ്യോ, നമുക്ക് ഈ വീട് മേടിക്കണ്ട, ഈ വീട് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും, ഇവിടെ പ്രേതബാധയുള്ള വീടല്ലേ, ദേ ഇത് കണ്ടോ, ഈ ബൾബ് മാത്രം, ഈ മന്ത്രവാദിനി കൊണ്ടുവന്ന ബൾബ് മാത്രമുള്ള തെളിഞ്ഞു നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴേക്കും പക്ഷേ ശ്രുതി, നമ്മൾ 30 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞില്ലേ, നമ്മൾ ഈ വീട് മേടിച്ചില്ലെങ്കിൽ അഡ്വാൻസ് പോകൂലേ? അപ്പോൾ ചന്ദ്രയാണല്ലോ, അയ്യോ അത് ശരിയാണല്ലോ, ആ ഒരു പൈസ പോകൂല. രേവതിയും പേടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പുറത്തുനിന്ന് വിളിക്കണം, ഹലോ, അതെ ഇങ്ങോട്ട് നോക്കിയേ. എടാ സച്ചി, നീ എങ്ങനെയാടാ പുറത്തു പോയത്? എടാ ഇവിടെ പ്രേതബാധ ഉണ്ടറാ എന്നൊക്കെ പറയണം. അയ്യേ, പ്രേതബാധയൊന്നും ഇല്ലെന്നേ. അതെ, പ്രേതബാധയുള്ള വീടൊന്നും മേടിക്കാൻ പാടില്ല. അയ്യോ എടാ, ഈ പൈസ കൊടുത്തിരിക്കുകയല്ലേ, അപ്പോൾ പിന്നെ പ്രേതബാധയുള്ള വീട് മേടിക്കാതിരുന്ന എങ്ങനെയാണ് ശരിയാവും, നിൻ്റെ പൈസ മുഴുവൻ പോവില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എങ്കിലേ ഇവിടെ പ്രേതബാധ ഇല്ലെന്ന് ഞാൻ പറയുന്നു. പിന്നെ ഈ ലൈറ്റ് ഓഫാക്കുകയും ചെയ്തില്ലേ, അത് മെയിൻ സ്വിച്ച് പിന്നെ ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ ഏത് ലൈറ്റ് ഓഫായി പോകില്ലേ, അതുകൊണ്ട് ഞാനിവിടുത്തെ മെയിൻ സ്വിച്ച് ഓഫാക്കിയതാണ്. അയ്യോ, ഇവനെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട്, വേണ്ട, ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഞാനേ ഇപ്പം തന്നെ വരാമെന്നും പറഞ്ഞുകൊണ്ട് മെയിൻ സ്വിച്ച് അങ്ങോട്ട് ഓണാക്കുക. മെയിൻ സ്വിച്ച് ഓണാക്കി കഴിഞ്ഞപ്പോൾ ലൈറ്റ് എല്ലാം തെളിയുകയാണ്. അപ്പോൾ സ്വാമിയാർ ഇതിങ്ങനെ കണ്ണടച്ച് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്ക് സച്ചി വന്നിട്ട്, അതെ, ഇയാളെന്നാ കണ്ണു തുറക്കാത്തത്, ഇവിടെ പ്രേതബാധയില്ല, ഒരു മണ്ണാങ്കട്ട ഇല്ല, താൻ കണ്ണു തുറന്നേടോ. പക്ഷേ ഇയാളൊരക്ഷരം പോലും മിണ്ടുന്നില്ല, കണ്ണടച്ചാൽ നിൽക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, സച്ചി ഒന്നും മിണ്ടാതിരിക്കേ, ഇത്രയും നല്ല ജ്ഞാനമുള്ള ആളോട് നീ എന്തിനാണ് ഇങ്ങനെ തർക്കിച്ച് കയറുന്നത്, നീ ഒന്നും മിണ്ടാതിരിക്കട്ടെ സച്ചി. ഇയാൾക്കൊരു ജ്ഞാനവുമില്ല, വിവേകവുമില്ല, ചുമ്മാ മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്, എടാ കണ്ണുറക്കടോ എന്നിങ്ങനെ പറയുമ്പോൾ ഈ സ്വാമിയാരൊന്ന് കണ്ണുറന്ന് കഴിഞ്ഞപ്പോഴേക്കും, അതെ, ഈ വീട്ടിൽ പ്രേതബാധയില്ല. ഇത് കേട്ട എല്ലാവർക്കും ആശ്വാസം തോന്നിയെങ്കിലും സച്ചി പറയണം, പിന്നെ പ്രേതബാധയില്ല താൻ പറഞ്ഞിട്ട് വേണം ഞങ്ങൾ അറിയാനായിട്ട്, താന്ന് പോടോ. അപ്പോൾ ഈ വീട്ടിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാം. ഇത് കേട്ട ശ്രുതിയൊക്കെ വളരെയേറെ നന്ദിയുണ്ട് സ്വാമി എന്നൊക്കെ ഇങ്ങനെ പറയുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഇനി എൻ്റെ ഫീസ് പോരട്ടെ. എത്രയും സ്വാമിയുടെ ഫീസ്? 12,000 രൂപ. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോണേ, 12,000 രൂപയോ? അപ്പോൾ സച്ചിയാണെങ്കിൽ ഒരു 12,000 രൂപയും തരില്ല, കൊടുക്കരുതടാ, ഇയാൾ ചുമ്മാ തട്ടിപ്പായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്, 12,000 രൂപ പോലും. അപ്പോൾ ശ്രുതിയാണെങ്കിൽ, അത് പിന്നെ സ്വാമിയാരെ, ഇവിടെ പ്രേതബാധ ഇല്ലെന്നാണല്ലോ പറഞ്ഞത്, അപ്പോൾ പിന്നെ എന്തിനാണ് 12,000 രൂപ? ഓ അത് ശരി, അപ്പോൾ പ്രേതബാധ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ 12,000 രൂപ തന്നാനായിരുന്നു അല്ലേ? പ്രേതബാധ ഉണ്ടായിരുന്നെങ്കിൽ 12,000 രൂപ കൺഫേം ആയിട്ട് തന്നാനായിരുന്നു. എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിവിടെ പ്രേതത്തെ വിളിച്ചു വരുത്താം, അപ്പോൾ എന്നിട്ട് ഞാൻ പോകാം, അപ്പോൾ ഇവിടെ പ്രേതബാധ ഉണ്ടാകും, അപ്പോൾ എനിക്ക് നിങ്ങൾ 12,000 രൂപ തരുമല്ലോ, ഹോങ്ക്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രേതത്തെ വിളിച്ചു എത്തുന്ന രീതിയിൽ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതി മേടിച്ചു, അയ്യോ എൻ്റെ പൊന്നു സ്വാമിയാരെ വേണ്ട, ഞാൻ ആ 12,000 രൂപ തന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാം. ചോദിച്ചപ്പോഴും ആ 12,000 രൂപ കയറിയിട്ടുണ്ട്, ഇപ്പം കയറിയല്ലോ, അതുകൊണ്ട് ഞാൻ പ്രേതത്തിരുത്തുന്നില്ല, എങ്കിൽ പിന്നെ എല്ലാം കഴിഞ്ഞു, ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്
സ്വാമിയാർ ഇറങ്ങിപ്പോവാണ്. അപ്പോൾ സ്വാമിയാർ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ 12,000 രൂപയും പോയി, എല്ലാം പോയി. എന്നാലും എന്താ, പ്രേതബാധ ഒഴിഞ്ഞല്ലോ. ഇപ്പോൾ പ്രേതബാധ വീട്ടിലില്ലെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഇത് കേട്ട് സച്ചിയാണ്, നിങ്ങൾക്ക് എന്നെ മന്ദബുദ്ധികളാണ് നിങ്ങൾ എന്തിനാണ് ഇവരെയൊക്കെ വിളിച്ച് വരുത്തി ഇങ്ങനത്തെ കോപ്രായങ്ങളെല്ലാം കാട്ടുന്നത്? അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ, സച്ചി അങ്ങനത്തെ അനാവശ്യ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കരുത്. ഒരു വീട് മേടിക്കുമ്പോൾ അവിടുത്തെ ഇങ്ങനത്തെ ചടങ്ങുകളെല്ലാം സ്വാഭാവികമാണ്. അവിടെ പ്രേതബാധയുണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ അന്വേഷിക്കും. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് എന്നൊക്കെ പറയാം. എന്തായാലും രവിയേട്ടാ സമാധാനമായല്ലോ, കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സുധിയെ തേടി 2 പേര് വരികയാണ്. അത് ബാങ്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ്, രവിയേട്ടാ കഴിക്കാൻ എടുക്കട്ടെ, കുടിക്കാൻ ചൂടുവെള്ളം മതിയോ, കഴിക്കാൻ എന്താ വേണ്ട, ഫ്രൈഡ് റൈസ് മതിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി അവിടെ പറയുകയാണ്, എൻ്റെ ദൈവമേ ഇതെന്താണ്, അപ്പോൾ മര്യാദക്കുള്ള ഭക്ഷണമൊന്നും കിട്ടൂലേ, ഇവിടെ ഫ്രൈഡ് റൈസ് ആണോ എന്നൊക്കെ ചോദിക്കാം. ചോദിച്ചപ്പോഴേക്ക് എടാ കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ കോലവും മാറണം. അതായത് നമ്മളിപ്പോൾ വലിയ വീട്ടിലൊക്കെ അല്ലേ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി സാധാ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല, ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ വേണം കഴിക്കാനായിട്ട്. പറഞ്ഞാൽ മനസ്സിലായോ എന്നിങ്ങനെ പറയാം. അപ്പോൾ ദേ ലോൺകാർ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താണെന്നൊക്കെ ചോദിക്കുകയാണ്. അത് നിങ്ങൾ പറഞ്ഞില്ലായിരുന്നോ ലോൺ വേണമെന്ന്, അതുകൊണ്ട് ഞങ്ങൾ ബാങ്കിൽ നിന്നാണ് വന്നത്. നിങ്ങളാണോ സാർ, ശരി അകത്തേക്ക് കയറി വാ എന്നിങ്ങനെ പറയാം. അങ്ങനെ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ നോക്കുകയാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നിങ്ങളുടെ കടയുടെയും ഈ വീടിൻ്റെയും ഇത് വെച്ചിട്ട് ഒരു 2 കോടി രൂപ ലോൺ പാസ്സാകും. ഇത് കേട്ട ചന്ദ്ര, എൻ്റെ അമ്മ 2 കോടി രൂപയോ, 2 കോടി രൂപ കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ 2 കോടി രൂപയുടെ. അപ്പോൾ സുധിയുടെ മുഖം, അയ്യോ 2 കോടി പറ്റില്ലല്ലോ, ഞങ്ങൾക്കൊരു 70 ലക്ഷവും കൂടി വേണം, കാരണം 2 കോടി 70 ലക്ഷം രൂപയാണ് വേണ്ടത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും 70 ലക്ഷം രൂപയും കൂടി തരാനായിട്ട് പറ്റില്ല സാർ, കാരണം 2 കോടി അത്രേ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ശരി, 2 കോടി രൂപ എനിക്ക് വേണം, ബാക്കി 70 ലക്ഷം രൂപ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറയണം. ശരി, അപ്പോൾ 2 കോടി രൂപ ലോൺ പാസ്സാക്കാം അല്ലേ സാർ? തീർച്ചയായിട്ടും ലോൺ പാസ്സാക്കിക്കോളൂ എന്ന് പറയാം. അപ്പോൾ ഇവരെ 2 ഇവരെ പറഞ്ഞയക്കാനായിട്ട് പുറത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ രവിയോട്, രവിയേട്ടാ കണ്ടോ, എൻ്റെ മോൻ 2 കോടി രൂപ ലോൺ എടുക്കാൻ പോവാണ്, ഇപ്പം മനസ്സിലായില്ലേ അവൻ എത്രയേ വലിയ ആളാണെന്ന്. ഇത് കേട്ട വർഷയാണെങ്കിൽ, എൻ്റെ പൊന്നാൻറ്റി ലോൺ എടുക്കാൻ വേണ്ടി നമുക്ക് ആർക്കാണെങ്കിലും എന്താണെങ്കിലും കഴിയും, പക്ഷേ ഇനി ആ ലോൺകാർ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടാനായിട്ട് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെയല്ല, അപ്പം നമ്മുടെ ഇവരൊക്കെ ലോൺകാരിങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. ശ്രുതി ഇനി എന്ത് ചെയ്യും, 70 ലക്ഷം രൂപയും കൂടി നമുക്ക് വേണം, അല്ലെങ്കിൽ ആകെ പണി കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഈ വീട് മേടിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ ശ്രുതി പറയണത് എന്ത് ചെയ്യും, നമ്മുടെ ഉള്ള പൈസയും ഇല്ലല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനൊരു രഹസ്യമായിട്ടൊരു കാര്യം നിന്നോട് പറയുന്നു പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, നമ്മളതൊന്നും കേൾപ്പിക്കുന്നില്ല. ശരിയാണ്, നമുക്ക് അതേപോലെ തന്നെ ചെയ്യാം എന്ന് ശ്രുതിയും പറയാണ്. അങ്ങനെ ഇവർ 2 പേരും കൂടി നേരെ ആ ഒരു ഫയലുമായിട്ട് നേരെ പോയി സെറ്റിലിരുന്നിട്ട് പറയാണ്, എനിക്ക് അച്ഛനോടും അമ്മയോടും മാത്രമായിട്ട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട്, ബാക്കിയുള്ളവരെല്ലാവരും പുറത്തു പോ എന്ന് പറഞ്ഞപ്പോഴേക്കും രവി ആണെങ്കിൽ, എന്തിനാടാ അതും നിന്റെ കൂടപ്പറപ്പുകൾ തന്നെയല്ലേ, പിന്നെ എന്തിനാ അവർ പുറത്തു പോകുന്നത്, അവർ കേൾക്കാൻ പറ്റാത്ത കാര്യം എന്താ നിനക്കുള്ളത്, നീ കാര്യം പറയടാ എന്ന് പറയണം. അത് പിന്നെ അച്ഛനിപ്പോൾ അറിയാലോ 2 കോടി രൂപയെ ലോൺ പാസ്സായിട്ടുള്ളൂ, ഇനിയും 70 ലക്ഷം രൂപ വേണം. ഈ വീട് 3 കോടിയുടെ ആണല്ലോ അച്ഛാ, അപ്പോൾ നമുക്കിനി 30 ലക്ഷം രൂപയെ കൊടുത്തിട്ടുള്ളൂ, അപ്പോൾ ഇനി 2 കോടിയും 70 ലക്ഷം രൂപകളുണ്ടെങ്കിൽ നമുക്ക് ഈ വീട് സ്വന്തമായിട്ട് കിട്ടുള്ളൂ അച്ഛാ. അപ്പോൾ ഇനിയിപ്പോൾ 2 കോടി രൂപ മാത്രം കിട്ടുള്ളൂ, അപ്പോൾ 70 ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ആലോചിച്ചിട്ട് ഞാൻ തലപുകഞ്ഞ് നിൽക്കുകയാണ് അച്ഛാ, അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, എടാ ഞാനെങ്ങനെ സഹായിക്കാനാടാ, എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് നിനക്ക് നന്നായിട്ട് തന്നെ അറിയാലോ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാടാ എന്ന് രവി പറയാം. ഇത് കേട്ട നമ്മുടെ ശ്രുതിയാണെങ്കിൽ, അച്ഛനെന്നെ സഹായിക്കാനായിട്ട് പറ്റും അച്ഛൻ ഏതായാലും കിട്ടേണ്ട കാര്യങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് അത് നേരത്തെ ആയാൽ പ്രശ്നമൊന്നുമില്ലല്ലോ, എൻ്റെ ഷെയർ അതെനിക്ക് തരാൻ പാടില്ല അച്ഛാ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഞെട്ടിപ്പോവാ, ചന്ദ്ര വരെ ഞെട്ടിപ്പോവാണ്. അപ്പോൾ സച്ചിക്ക് കലി വരികയാണ്, എന്താടാ നീ എന്താടാ ചോദിച്ചത്, നിന്റെ ഷെയർ ചോദിക്കുന്നോടാ, എടാ നീ മിണ്ടാതിരിക്കടാ, ഞാൻ എൻ്റെ ഷെയർ അല്ല ചോദിച്ചത്, നിന്റെ ഷെയർ അല്ലല്ലോ അച്ഛാ, ആ വീട് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ കിട്ടുമല്ലോ, അപ്പോൾ അതിൽ ഒരു പകുതി ഷെയർ എനിക്ക് തരാമല്ലോ അച്ഛാ, എൻ്റെതായ ഷെയർ, ബാക്കി ഷെയറുകളെല്ലാം ഇവർക്ക് വീതിച്ച് കൊടുക്കുകയും ചെയ്യാം. ഇത് കേട്ട രവിയാണെങ്കിൽ തകർന്ന് തരിപ്പണമായൊരവസ്ഥ നിൽക്കുക. അപ്പോൾ ശ്രുതിയുടെ യഥാർത്ഥ മുഖം അവിടെ നമ്മുടെ ചന്ദ്ര തിരിച്ചറിയുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്ര ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ്.
അച്ഛൻ ആ വീടൊന്ന് വിൽക്കണോ അച്ഛാ, എന്നിട്ട് ഷെയർ തരണോ അച്ഛാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തിനെയും കലി വരികയാണ്. ചേട്ടാ നാണമില്ല ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? ഷെയർ ചോദിക്കുന്നു. ആ വീട് വിൽക്കാനാണോ പറയുന്നത്? ആ വീട് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് ഈ പറയുന്നത്? എടാ എന്തായാലും ആ വീട് വിറ്റ് ഷെയർ തരാനുള്ളതാണല്ലോടാ. അപ്പം എനിക്ക് എൻ്റെതായ ഷെയറും കിട്ടും, ബാക്കിയുള്ളവർക്കും ഷെയർ കിട്ടും. എടാ നിനക്ക് നല്ലൊരു ഹോട്ടൽ തുടങ്ങാം ആ ഷെയർ വെച്ച്. അതേപോലെ തന്നെ സച്ചി നിനക്ക് ഒരു ട്രാവൽ ഏജൻസിയും തുടങ്ങുകയും ചെയ്യാലോ. എടാ എന്തൊരു സ്നേഹം എന്നോട്. നീ മിണ്ടാതിരിക്കണം, നീ അടവ് പിടിച്ച പുത്രനാണ്. ഇത് കേട്ട രേവതിയാണെങ്കിൽ അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെയേറെ മോശമായ കാര്യമാണ്. ഞങ്ങൾക്ക് ഷെയർ കിട്ടിയിട്ട് വേണ്ട ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് എന്ന് രേവതി അവിടെ പറയുക. അപ്പോഴേക്കും അച്ഛാ എന്തായാലും അച്ഛൻ എന്നെ സഹായിച്ചേ മതിയാവുള്ളൂ, ഇതല്ലാതെ വേറൊരു നിവൃത്തി എനിക്കില്ല. ഈ വീട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ആ 30 ലക്ഷം രൂപയും കൂടി പോകും. എനിക്ക് ഈ വീട് സ്വന്തമായിട്ട് വേണമെന്നാണ് ആഗ്രഹം. എടാ നിനക്ക് വീടുണ്ട്, അപ്പം ഞങ്ങളെല്ലാം പെരുവഴിയിൽ കിടക്കണം. അച്ഛനും അമ്മയെ ആരും നോക്കോടാ, ആരുടെ കൂടെ പോയി നിൽക്കോടാ? നിന്റെ വീട്ടിൽ നിർത്താൻ നീ സമ്മതിക്കോ? അങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിലേ നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ? നീയേ അവർ രണ്ടുപേരെയും അടിച്ച് പുറത്താക്കും. അതായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. അത് മാത്രമല്ല, നീ നിന്റെ അച്ഛനെ വേലക്കാരനായിട്ട് നിർത്തും. പാല് മേടിച്ചുണ്ടോ, അത് മേടിച്ചുണ്ടോ, ഇത് മേടിച്ചുണ്ടോ എന്നൊക്കെ പറയും. അയ്യോ അച്ഛാ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല അച്ഛാ, ഒക്കെ വെറുതെ പറയുന്ന അച്ഛാ, ഞാൻ അങ്ങനെ ചെയ്യത്തേ ഇല്ല അച്ഛാ എന്നിങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ രവിയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സുധി പറയാ, അച്ഛാ എന്തിനാ അച്ഛാ, ഒന്ന് വീട് വിൽക്കാനായിട്ട് സഹായിക്കച്ചാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചി പറയണ ഇല്ല, വീട് വിൽക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല. എടാ നിന്നോട് അഭിപ്രായം ചോദിച്ചില്ലല്ലോ. അപ്പോൾ രവി ആണെങ്കിൽ ഇല്ല, വീട് ഞാൻ വിൽക്കില്ല എന്ന് പറയാം. ഇത് കേട്ട് സുധി ഞെട്ടിപ്പോവണം. അച്ഛാ എന്തിനാ അച്ഛാ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഒന്ന് സഹായിക്കച്ചാ. വീട് വിൽക്കില്ലെന്ന് പറഞ്ഞാൽ വിൽക്കില്ല. എടാ എപ്പോഴും നിന്റെ അമ്മ നിന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ നിന്റെ അമ്മ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ട്? എടാ നിന്റെ അമ്മയുടെ അച്ഛൻ അവൾക്ക് വേണ്ടി വെച്ച വീടാണത്. അവൾ വിറ്റത് മുടിപ്പിക്കുമെന്ന് വിചാരിച്ചു കൊണ്ടാണ് അദ്ദേഹം എൻ്റെ പേരിലേക്ക് ആ വീട് എഴുതി തന്നത്. അപ്പോൾ ഞാൻ ആ വീട് വിറ്റ് മുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് അത് വെറുതെ ആയി പോവില്ലേ? അതുകൊണ്ട് ആ വീട് വിറ്റ് കിട്ടുന്ന പൈസ അത് നീ മോഹം കാണേ വേണ്ട. ഇത് കേട്ട നമ്മുടെ രേവതി ആണെങ്കിൽ അല്ലെങ്കിലും അതാണ് അച്ഛൻ നല്ലത്. എടി രേവതി, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം, നീ അതിൽ കയറി ഇടപെടേണ്ട ആവശ്യമില്ല. അപ്പോൾ സച്ചിക്ക് കലി വരികയാണ്. അവളെ ഇടപെടും, അവളെ എൻ്റെ ഭാര്യയാണ്, അപ്പോൾ ആ കുടുംബത്തിലുള്ളത് തന്നെയാണ്, അതുകൊണ്ട് അവളെ ഇടപെടും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ അച്ഛൻ വേറൊരു നിവൃത്തി ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മുടെ ആ വീടും പോകും, 30 ലക്ഷം രൂപയും പോകുമല്ലോ, വേറെ 70 ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടാനില്ലല്ലോ ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും പൊന്നും മോനെ ഇതൊന്നും നടക്കൂല. അപ്പോൾ സച്ചി അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. ശ്രുതിക്ക് എടാ നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ പൈസ ഉണ്ടാക്കടാ, നീ എന്തിനാണ് കിടന്ന് ഇങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് പോയി കെഞ്ചുന്നത്? ഏതായാലും വീട് വിൽക്കാനായിട്ട് സമ്മതിക്കില്ല. അപ്പോൾ ശ്രുതി അവിടെ നിന്ന് ചാടി എഴുന്നിട്ട് സച്ചിക്ക് നേരെ രണ്ടുപേരും തല്ലുപിടുത്തം തുടങ്ങി, അടിയും പിടിക്കും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് മാറ്റുകയാണ്. രണ്ടുപേരും പടപടാന്ന് അടിക്കുക. അപ്പോൾ രവിക്ക് കലി വന്നിട്ട് രവി അവിടെ നിർത്തിടാ എന്നും പറഞ്ഞുകൊണ്ട് നിർത്തിക്കവിടെ, ഇനി മേലത്തെ സംസാരം പാടില്ല. ഞാനൊരു കാര്യം പറയാം, നിനക്ക് കട വെക്കാൻ ആരാ പൈസ തന്നത് എന്ന് സച്ചി ചോദിക്കുക. അത് പൈസ തന്നത് പൗഡറേട്ടത്തിയുടെ അച്ഛനാണെന്നല്ലേ പറയുന്നത്, അതുകൊണ്ട് അച്ഛനോട് തന്നെ ചോദിക്കും. ഇത് കേട്ട ശ്രുതി ഞെട്ടിപ്പോവാണ്. അപ്പോൾ ശ്രുതി പറയണ അയ്യോ അച്ഛൻ ജയിലല്ലേ? അച്ഛൻ ജയിലിലാണെങ്കിൽ എന്താ, പൈസ ബാങ്കിലല്ലേ കിടക്കുന്നത്? അല്ല പൈസ ബാങ്കിൻ്റെ അക്കൗണ്ടെല്ലാം മരവിച്ചിരിപ്പിക്കുകയാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ മറ്റേ ഷോറൂം തുടങ്ങാനായിട്ട് പൈസ തന്നു കഴിഞ്ഞപ്പോഴേക്കും അത് മരവിപ്പിച്ചിട്ടില്ലായിരുന്നു. അത് ഇളയച്ചനാ തന്നേ അല്ലേ? ശരി, എന്നെങ്കിൽ പിന്നെ ഇളയച്ചനോട് ചോദിക്കേ, അതായിരിക്കും നല്ലത്. അപ്പം ചന്ദ്രയാണെങ്കിൽ അതേ ശ്രുതി, ഏതായാലും ഇവളുടെ ഇളയച്ചനോട് തന്നെ ചോദിക്കട്ടെ, എൻ്റെ വീട് വിൽക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് ചന്ദ്രയും കൂടി പറയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ശ്രുതിക്ക് നേരെ തിരയുകയാണ്. ശ്രുതി, ആരുടെ മുന്നിൽ ഇനി കൈ നീട്ടേണ്ട കാര്യമില്ല. ആ പൈസ നമുക്ക് തന്നെ വേണം. അതുകൊണ്ട് നീ ഇളയച്ചനോട് പൈസ ചോദിക്കും, ഇളയച്ചനെ വിളിക്ക് പൗഡറേട്ടെത്തി. അങ്ങനെ ഒരു നിവൃത്തി ഇല്ലാതെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ നേരെ മീരയെ വിളിക്കുകയാണ്. ശ്രുതി, എന്തൊക്കെയുണ്ട് ശ്രുതി വിശേഷങ്ങളെല്ലാം? പുതിയ വീടെല്ലാം ഓക്കെ ആയോ? അങ്കിളെ, അത് പിന്നെ അങ്കിളോ? അങ്കിളെ എനിക്ക് സുഖം തന്നെ, നല്ല വിശേഷം അങ്കിളെ എന്ന്. അത് ശരി, നീ അപ്പം ഏതോ കെണിയിൽ പെട്ടിരിക്കുകയാണല്ലോ. പറ ശ്രുതി. അത് അങ്കിളെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അങ്കിളെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ രേവതി അടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.